നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. തീരദേശ സുരക്ഷയിലും ദ്രുത പ്രതികരണത്തിലും ഒരിക്കൽ കൂടി തങ്ങളുടെ മിടുക്ക് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന. പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചരക്കപ്പലിന് നേരെയുണ്ടായ കടൽ കൊള്ളക്കാരുടെ കൊള്ളശ്രമം ഇന്ത്യൻ നാവികസേന വിജയകരമായി പരാജയപ്പെടുത്തി. MV മാർഷല്ല 1 എന്ന ചരക്ക് കപ്പലിന് നേരെ ബുധനാഴ്ചയുണ്ടായ ആക്രമണമാണ് നാവികസേനയുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതയിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ഈ ഓപ്പറേഷൻ ഏറെ ശ്രദ്ധേയമാണ്. ഗൾഫ് ഓഫ് ഏദിന് സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽക്കൊള്ള വിരുദ്ധ ദൗത്യത്തിനായി വിന്യസിച്ചിരുന്ന INS കൊൽക്കത്ത എന്ന യുദ്ധക്കപ്പലാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ചരക്ക് കപ്പലിന് സമീപം സംശയാസ്പദമായ രീതിയിൽ കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരങ്ങൾക്ക് പിന്നാലെ INS കൊൽക്കത്ത ഉടനടി ഇടപെടുകയും ഉണ്ടായേക്കാവുന്ന വലിയൊരു ഭീഷണി ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. സാഹചര്യം വിലയിരുത്തുന്നതിനും കപ്പലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കപ്പലിലുണ്ടായിരുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നാവികസേന വ്യോമ നിരീക്ഷണം നടത്തുകയും ഒപ്പം പ്രത്യേക സംഘം കടലിൽ നേരിട്ട് പരിശോധന നടത്തുകയും ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ MV മാർഷല്ല 1ന്റെ സുരക്ഷ ഉറപ്പാക്കുകയും വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്തു. ബുധനാഴ്ച നടന്ന ഈ ഓപ്പറേഷന്റെ കേന്ദ്രബിന്ദു ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും ശക്തവും അത്യാധുനിക സാങ്കേതിക വിദ്യയിലടങ്ങിയ യുദ്ധക്കപ്പലുകളിലൊന്നായ INS കൊൽക്കത്തയായിരുന്നു. പ്രോജക്ട് 15A കീഴിൽ ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത കൊൽക്കത്ത ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലാണിത്. 2014 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ കപ്പൽ രാജ്യത്തിന് സമർപ്പിച്ചത്. മുംബൈയിലെ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിച്ച INS കൊൽക്കത്ത ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ പദ്ധതിയിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. 164 മീറ്റർ നീളവും ഏകദേശം 18 മീറ്റർ വീതിയുമുള്ള ഈ ഡിസ്ട്രോയർ കപ്പലിന് പൂർണ്ണമായി ഭാരം കയറ്റുമ്പോൾ ഏകദേശം 7400 ടൺ ഭാരമുണ്ടാകും. ഇന്ത്യയിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നുകൂടിയാണിത്. 4 റിവേഴ്സിബിൾ ഗ്യാസ് ടർബൈനുകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പൈൻഡ് ഗ്യാസ് ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് കപ്പലിന് കരുത്ത് പകരുന്നത്. ഇത് കപ്പലിന് 30 നോട്ടിലധികം വേഗത കൈവരിക്കാനും സഹായിക്കുന്നു. ഈ കപ്പലിലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലൂടെ ഏകദേശം 4.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഇത് ഒരു ചെറിയ നഗരത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ ആവശ്യമായത്രയും വലുതാണ്. ബഹുമുഖ യുദ്ധാവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള INS കൊൽക്കത്തയിൽ അതിശക്തമായ ആയുധങ്ങളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇടത്തരം ഹ്രസ്വദൂര തോക്കുകൾ, വിമാനവിരുദ്ധ ഉപരിതല മിസൈലുകൾ, ആധുനിക വ്യോമ ഉപരിതല നിരീക്ഷണ റഡാറുകൾ, അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിനുള്ള ഓപ്പറേഷനുകൾക്കായി കപ്പലിന്റെ മുൻഭാഗത്ത് ഘടിപ്പിച്ച സോണാർ സിസ്റ്റം എന്നിവയും ഈ യുദ്ധക്കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഡിസ്ട്രോയർ കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ATM ഇന്റഗ്രേറ്റഡ് ഷിപ്പ് ഡാറ്റ നെറ്റ്വർക്ക് അഥവാ ASDN, ഓക്സിലറി കൺട്രോൾ സിസ്റ്റം അഥവാ ACS, ഓട്ടോമാറ്റിക് പവർ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ APMS, കോമ്പാക്ട് മാനേജ് സിസ്റ്റം അഥവാ CMS തുടങ്ങിയ അത്യാധുനിക സജ്ജീകരണങ്ങളാണ്. സെൻസറുകളിൽ നിന്നും ആയുധ സംവിധാനങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ തത്സമയം പരസ്പരം ബന്ധിപ്പിക്കുന്ന കപ്പലിന്റെ പ്രധാന വിവരവിനിമയ പാതയായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ASDN. കപ്പലിലെ യുദ്ധസാമഗ്രികളെ വിദൂരത്തിരുന്ന് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ACS സഹായിക്കുമ്പോൾ കപ്പലിന്റെ സങ്കീർണമായ വൈദ്യുത വിതരണ ശൃംഖലയെ APMSഉം നിയന്ത്രിക്കുന്നു. ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് വഴി കപ്പലിന്റെ സ്വന്തം സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങളും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളും CMS ഒന്നിപ്പിക്കുന്നു. ഇത് യുദ്ധകാലത്തിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും സമുദ്ര നിരീക്ഷണ ശേഷി വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ സാക്ഷ്യം കൂടിയാണ് ഈ യുദ്ധക്കപ്പൽ. ഇതിന്റെ പ്രധാന സംവിധാനങ്ങളും ഉപകരണങ്ങളും ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിച്ചവ തന്നെയാണ്. CMS, ACS, APMS, മടക്കാവുന്ന ഹാങ്കർ വാതിലുകൾ, ഹലോ ട്രാവേഴ്സിംഗ് സിസ്റ്റം, ഹംസ NG സോണാർ സിസ്റ്റം എന്നിവ കപ്പലിലുള്ള തദ്ദേശീയ സംവിധാനങ്ങളിൽ ഉൾപ്പെടുന്നു. ചേതക് വിഭാഗത്തിൽപ്പെട്ട 2 ഹെലികോപ്റ്ററുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും INS കൊൽക്കത്തയ്ക്ക് സാധിക്കും. ഇത് സമുദ്ര മേഖലകളിൽ കൂടുതൽ വിപുലമായ നിരീക്ഷണം നടത്തുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിനുള്ള കപ്പലിന്റെ ശേഷി വർദ്ധിപ്പിക്കും. യുദ്ധശേഷിക്ക് പുറമെ കപ്പലിലെ ജീവനക്കാരുടെ സൗകര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കപ്പലിലുള്ള ഏകദേശം 30 ഓഫീസർമാർക്കും 300 നാവികർക്കും സൗകര്യപ്രദമായി താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലൊരുക്കിയിട്ടുണ്ട്.